അങ്ങനെ വഴിയെ നടന്നപ്പോഴാണ് ഒരു ആർക്കും വേണ്ടാത്തൊരു പ്ലാന്റിനെ കണ്ടത് കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, അവനെയും കൂട്ടി വീട്ടിലേക്ക്. ഇവനൊരു പുതിയ ജീവിതം കൊടുത്താലോ, എങ്ങനെയാണെന്നല്ലേ? ഇതൊരു സ്നേക്ക് പ്ലാന്റ് വെറൈറ്റി ആണേ. ഇവനിന്ന് എൻ്റെ റൂമിൽ ഒരാൻ കൊടുക്കുകയാണ്. ഫസ്റ്റ് അവനൊന്ന് ക്ലീൻ ആക്കി എടുക്കണം കേട്ടോ. കുറേ ചെളിയും പൊടിയും എല്ലാം പിടിച്ച് കിടക്കുമായിരുന്നു കേട്ടോ. ചവറ്റൂട്ടയിലല്ലേ കിടന്നത്. പിന്നെ കുറച്ച് ഡാമേജും വന്നിട്ടുണ്ട്. അതെല്ലാം നമുക്ക് കട്ട് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കണം. നല്ല മൂർച്ചയുള്ള കത്തിയൊന്നും ഞാൻ വീട്ടിൽ സൂക്ഷിച്ച് വെച്ചിട്ടില്ല കേട്ടോ. പ്ലാൻ കട്ടിങ്ങിന് പ്രത്യേകം നൈഫൊക്കെ ഉണ്ട്, അതൊന്നും എൻ്റെ കയ്യിലില്ല. ഇപ്പം നമുക്ക് തൽക്കാലം ഒരു ബ്ലേഡ് വെച്ചിട്ട് അവനെ കട്ട് ചെയ്തെടുക്കാം. ആ ഡാമേജ് വന്ന ഭാഗത്ത് നമുക്കത് കട്ട് ചെയ്ത് കളഞ്ഞാലേ പറ്റുള്ളൂ. അത് നമുക്ക് ഒന്നിനും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ആ ലീഫ് മൊത്തത്തിൽ കട്ട് ചെയ്ത് വേറെ പ്ലാന്റ്സിന് വേണ്ടി പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെക്കാവേ. ഈ സ്നാക്ക് പ്ലാന്റിന് വേറൊരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ ലീഫ് നമ്മൾ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ച് കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ക്രോസ് ചെയ്തായിട്ടാണ് ഞാനത് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അതിനെ നമുക്ക് നല്ല ശുദ്ധമായ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചേക്കാം. ഒരു 2-3 ആഴ്ചയ്ക്കുള്ളിൽ അതിലെന്തായാലും വേര് വന്നിട്ട് മുള വരുന്നതായിരിക്കുമേ. അതൊരു വെയിറ്റ് ചെയ്യാവേ നമുക്ക്.